അതെ ലീറ്റോ, ഈ പ്രാർത്ഥനകൾക്കൊക്കെ ശക്തിയില്ലേ ലീറ്റോ? പ്രാർത്ഥനകൾക്കൊക്കെ ശക്തിയില്ലേ? അല്ല ലീറ്റോ, നമ്മള് ഈ പത്രത്തിലൊക്കെ കാണൂല ഇതിങ്ങനെ 10 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ കാര്യസാധ്യം ഉണ്ടാവും എന്നൊക്കെ. ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ ജയിച്ചത് അങ്ങനെയാ. ഞാനത് ജമന്തിനോട് പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് വിശ്വാസം ഇല്ല. ഇതൊന്ന് വായിച്ചു നോക്കി. സത്യമല്ലേ ലീറ്റോ? ഒന്നുമില്ല, അതിങ്ങനെ കേക്കണം. മേരി ചേച്ചിക്ക് അത് മറ്റേ ഇവിടെ തന്നതാണ്, ഞാൻ പണിക്ക് പോയപ്പോ തന്നത്. മേരി ചേച്ചി എന്താ സംഗതി എന്നറിയാമോ? മേരി ചേച്ചി ഇതേപോലെ 20 പേർക്ക് നോട്ടീസ് അടിച്ച് കൊടുത്തതിന്റെ പിറ്റേ ദിവസം സമ്മാനം കിട്ടിയത് എന്താണെന്നറിയാമോ? ഉണ്ടയ്യോൺ. ആ സാധനം. സമ്മാനം കിട്ടിയ. പിന്നെ മേരി ചേച്ചിയുടെ മൂക്ക് 50,000 രൂപ ചിട്ടി അടിച്ച് ഇത് കൊടുത്ത് പിറ്റേ ദിവസം. ഇത് ഒന്നുമില്ല, ഈ സംഗതി, ഈ പ്രാർത്ഥന, ഇത് നമ്മള് 20 പേർക്ക് ഇതേപോലത്തെ നോട്ടീസ് ആക്കണം. 50 പേർക്ക് കൊടുക്കാം. അത് പാടില്ല, 21 കുഴപ്പാ. 20 പേർക്ക് കൃത്യം കൊടുക്കാൻ പാടില്ല. ദൈവം ഇത്രയും കൃത്യമായ ഒരു കണക്ക് വെച്ചിട്ട് അതിൽ നിന്നൊരു പറഞ്ഞാൽ നമുക്ക് എന്താ പേർക്ക് ഒരുപാട് പൈസയാവും. 20 പേർക്ക് ചോറും ഇതൊക്കെ ആയതുപോലെ ഇത് 1 രൂപ ഒരു കോപ്പി എടുക്കണേ. അത്ര ഉള്ള ഞാൻ തരാം 20 രൂപ. വെറുതെ വായിക്കാതെ മനസ്സിലാക്കി വായിക്കണേ. The cells have wide spaces between them and are ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി. ഹലോ, അടച്ചു വെച്ചോ എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്തു. നിന്റെ 20 ഇതിനകത്തുണ്ട്. നാളെ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തീർത്തോണം കേട്ടോ. ഞാൻ ഇതിന് ഉള്ളിലേക്ക് വെച്ചേക്കാം. ഞാൻ കുറേ നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേരെയൊക്കെ കണ്ടു, എല്ലാവർക്കും കൊടുത്തു. അതെ തങ്കം, ഇപ്പൊ എനിക്കൊരു കാര്യം വിശ്വാസമായി. കർത്താവ് എല്ലാ കാലവും ഒരുത്തിനായിട്ട് കഷ്ടപ്പെടുത്തൂല, എല്ലാവർക്കും ഒരു നല്ല കാലം വരും എന്നുള്ളത്. ഇന്ന് ഈ നോട്ടീസ് അങ്ങോട്ട് കൊടുത്ത് തീർന്നതും വലിയൊരു ഭാഗ്യം ഉണ്ടായിടി. നമ്മുടെ മറ്റേ രമേശനുണ്ടല്ലോ, ഗൾഫ് രമേശൻ, സുധാരേട്ടന്റെ മോൻ രമേശൻ. രമേശൻ ഞാൻ അങ്ങനെ നോട്ടീസ് കൊടുത്തത് രമേശൻ ബൈക്കിൽ അങ്ങനെ വന്നു. രമേശൻ വിളിച്ചിട്ട് ക്ലീൻ ചേട്ടാ വാ നമുക്കൊരു ചായയും കടി കഴിക്കാം. ചായ കുടിക്കണത് ഭയങ്കര ഭാഗ്യമാണ്. യോ പറഞ്ഞ് തീരട്ടെ പൊന്നോ, എടുത്ത് ചാടല്ലേ. ചായ കുടിക്കാനായിട്ട് ഞാനും രമേശനും കൂടെ കടയിൽ ചെന്നപ്പോൾ സാക്ഷാൽ നിൽക്കുന്നു ദൈവം നമ്മുടെ മുന്നിൽ, അൻസാറിന്റെ രൂപത്തിൽ. വെറും പാവം. പറയരുത്, പാവെന്ന് മാത്രം എന്നോട് അവനെ പറ്റി പറയല്ലേ. നീ ബഹളം വെക്കല്ലേ. നോട്ടീസ് അടിച്ച് കൊടുക്കണ്ടായിരുന്നു. എടി അവൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഉദ്ദേശിച്ച് തന്നെ. പിന്നെ അത് ചെയ്തു വരുമ്പോൾ അത് അവതലേക്ക് പോകണം, നമ്മുടെ സമയദോഷം. കള്ളനോട്ട് അടിച്ചു കൊടുക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അത് അവന്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു അബദ്ധമാണ്. പിന്നെ ഞാൻ പറയണത് നീ സമാധാനമായിട്ട് കേൾക്കണം. കർത്താവ് നമുക്കൊരു ഇത് അവസരം കൊണ്ട് തന്നൊക്കെയാണ്. അതിന് നീ ആയിട്ട് ഇങ്ങനെ ഇടം കൊള്ളിടാതെ കേൾക്കുക. അൻസാറ് പുതിയൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ജില്ലയിലുള്ള ചുമതല മുഴുവനും അവനാ. ഈ ബിസിനസിനെ കുറിച്ച് നിനക്ക് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാം. പണ്ടത്തെ നമ്മുടെ ഈ വെയിരാജ ആർക്കും മിക്ക എപ്പോഴും 5 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 15 കിട്ടും, 15 വെച്ചാൽ 20 കിട്ടും, 25 50 കിട്ടും. ആ കളിയുണ്ടല്ലോ, അത് തന്നെ അതിൻ്റെ പുതിയ രൂപമാണ്. ഇപ്പോഴത്തെ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണേ. നമ്മളൊരു 5000 രൂപ അവൻ്റെ കൈ കൊടുത്താൽ അടുത്ത മാസം നമുക്ക് 10,000 രൂപ തരും. അവിടെയാണ് കളി. അവൻ കൈ നല്ല തരണത്. ഈ 5000 രൂപ ഇവൻ എവിടെ കൊടുക്കുമെന്ന് അറിയാമോ? വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, അവരുടെ ഓഹരികളിലേക്ക് ഇവൻ അങ്ങോട്ടും കൊണ്ട് നിക്ഷേപിക്കും നമ്മുടെ പേരിൽ. അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയും. ഇതിലേക്ക് ഈ പൈസ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മളും ആ കമ്പനിയുടെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ മുതലാളി തന്നെ വേണമെങ്കിൽ പറയാം ആ കമ്പനിയുടെ. അപ്പോൾ ആ കമ്പനിയിൽ നിന്നുള്ള ലാഭമാണ് നമുക്ക് തരണത്. മനസ്സിലായില്ലേ? കമ്പനിയുടെ ആ ബിസിനസ് നടക്കുന്നതിനുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ആദ്യത്തെ മാസം 5000 കൊടുക്കുമ്പോൾ 10,000 കിട്ടും. അടുത്ത മാസം ഈ 10,000 നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 25,000 രൂപയായിട്ട് നമുക്ക് കിട്ടും.
സത്യം. സത്യം. ഓ, സത്യം പറഞ്ഞ എനിക്ക് ദൈവത്തിന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആദ്യം 5000 രൂപ കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ 10000 രൂപയും കൂടി ഇട്ട്. ഇത് നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമുക്ക് തിരിച്ച് കിട്ടുമല്ലോ. നമ്മൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തേക്കാ. ഈ നോട്ടീസ് നമ്മൾ ആർക്ക് വേണ്ടി അടിച്ചത്? ദൈവത്തിന് വേണ്ടിയാണ് അടിച്ചിരിക്കുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ള ദൈവം നമ്മളെ ചതിക്കുമോ? ദൈവം മനുഷ്യനല്ല. അതില്ല. പിന്നെ നമ്മൾ ഈ അവസരം നമ്മൾ മുതലെടുത്തില്ലെങ്കിൽ, മുതലാക്കിയില്ലെങ്കിൽ ദൈവം പിന്നെ ചോദിക്കും, എടാ കഴുതേ, നിനക്ക് പണ്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം തന്നു, അന്ന് നീ അഹങ്കരിച്ചു, നീ അന്ന് എന്നെ പുച്ഛിച്ച് തള്ളി എന്ന് പറയും. പിന്നെ നമുക്കിനി ഒരു അവസരം ദൈവം തന്നില്ല എന്ന് വയ്ക്കും. ഇതിപ്പോൾ എന്തായാലും ദൈവം നമുക്കായിട്ട് കൊണ്ടുവന്നു. ഇത് വളരെ കൃത്യമായിട്ട് എല്ലാം നടക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിപ്പോ വരില്ലല്ലോ. വരൂല. അത് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക്. പക്ഷേ 5000 രൂപ ഉണ്ടാക്കും. അത് നീ ഒപ്പിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പൈസ ചിലപ്പോൾ വരുമായിരിക്കും, ഇതിനിടയ്ക്ക് വരുമായിരിക്കും, വരാനുള്ളത് എന്തായാലും ഈ നല്ല സമയത്തിലേക്ക് വരുമ്പോൾ അത് വരും. നീ 5 ഒപ്പിക്കടി. ഈ 5 ഒപ്പിച്ചാൽ നമുക്ക് 10 കിട്ടും. ഈ 10 കൂടെ കൊണ്ട് നമ്മൾ അടുത്ത മറിക്കുമ്പോൾ നമുക്ക് 25 കിട്ടുമ്പോൾ നമുക്ക് ഈ കടവും കൊടുത്തൂടെ? പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല. നീ എല്ലാം നമ്മളെ വഴിക്ക് തന്നെ വരും. പക്ഷെ ഒരു കാരണവശാല് കനകൻ അറിയണ്ട. അയ്യോ, ഇത് ആര് പറയുന്ന? ഞാനായിട്ട് ഇതൊന്നും പറയാൻ പോകില്ല. നിന്റെ വായിന്ന് വീഴാതിരുന്നാ മതി. എന്റെ വായിന്ന് വീഴ. അവൻ തുടക്കത്തിലെ മനസ്സ് മടുപ്പിക്കും. ഹലോ, അപ്പോൾ ഇവിടെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. ഒന്നുമില്ല. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെയ്യാല്ലേന്നാ? ചെയ്ത് കഴിഞ്ഞു.